यन्मूले सर्वतीर्थानि यन्मध्ये सर्वदेवताः यदग्रे सर्ववेदाश्च या तुलसीं त्वां नमाम्यहम्. சகல தேவதைகளும் இந்த துளசியில் குடிகொண்டிருக்காளாம். மூலத்தில் சர்வ தீர்த்தங்களும் இருக்கான். அப்பேற்பட்ட கற்புடைய சாஸ்டிட்டிக்கு பேர் போன அந்த துளசியை நான் வணங்குறேன்னு இந்த ஸ்தோத்திரம் சொல்கிறது. துலா மாதத்தில் பிருந்தான துவாதசி, அதாவது துளசி பூஜை பண்ணுறது ரொம்ப விசேஷம். இந்த துளசியோட மகாத்மியமே நிறைய இருக்குது. துளசி எப்படி நமக்கு ஒரு ஹீலிங் இதாக, ஒரு உதாரணம் நான் சொல்ல ஆசைப்படுறேன், எப்படி மெடிசனாக இருக்குதுன்னு. நான் என்னுடைய இசிஜியில் கார்டியோகிராஃப் எடுக்கிற போது எனக்கு வேரியேஷன் இருந்து ரொம்ப கஷ்டப்பட்டேன். இந்த 6 மாதமாக அந்த துளசியும் வில்வும் அது சாப்பிட்டதில் இப்போ இசிஜி எடுத்த போது எனக்கு ஒன்றுமே இல்லை. நான் ஒரு அலோபதிக் மெடிசன் எடுக்காமல் துளசியினுடைய மகாத்மியத்தினால நான் க்யூர் ஆனேன்னு சொன்னால் அது ஒரு பெரிய உதாரணம், உங்களுக்கு எக்ஸாம்பிள். വായ്, കണ്ഠം, ശ്വാസകോശം, ഹൃദയം, രക്തം, കരൾ, വൃക്ക, ദഹനേന്ദ്രിയം തുടങ്ങിയ ശരീരത്തിലെ പല അവയവങ്ങളെയും വ്യവസ്ഥകളെയും ബാധിക്കുന്ന പലതരം രോഗങ്ങൾക്ക് തുളസി ദിവ്യ ഔഷധമാണ്. മാനസിക പിരിമുറക്കത്തിന് പോലും അയവ് വരുത്താൻ തുളസിയുടെ സാന്നിധ്യത്തിന് കഴിയുമത്രേ. കൂടാതെ തുളസി ശരീരത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നതോടൊപ്പം TV, കമ്പ്യൂട്ടർ, എക്സ്റേ, റേഡിയേഷൻ തെറാപ്പി എന്നിവ മൂലമുണ്ടാകുന്ന കോശനാശങ്ങളെ ഒഴിവാക്കാനും തുളസിക്ക് ഒരു പരിധിവരെ കഴിയും. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ നിരവധി വല്ലായ്മകളിൽ തുളസി തുണയായി വന്നെത്തുന്നു. വേദങ്ങളുടെ നാടാണ് ഭാരതം. എല്ലാ വേദങ്ങളുടെയും ഉപവേദസ്ഥാനം ആയുർവേദത്തിനുണ്ട്. എന്തുകൊണ്ടെന്നാൽ വേദത്തിൽ ആയുഷ്കാമീയങ്ങളായിട്ടുള്ള പ്രാർത്ഥനകളാണ് ഏറ്റവും അധികം ഉള്ളത്. ആയുരേവ വിശേഷേണ പ്രഥമം ചിന്തിതേധുന അനായുഷാന്തു മർത്യാനാം ലക്ഷണേ കിം പ്രയോജനം. ആയുസ്സില്ലാതെ ലക്ഷണങ്ങൾ മാത്രം ഉണ്ടായിട്ട് ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ ഇവിടെ ജീവിതത്തിൽ ഒരു പ്രയോജനമില്ല. അപ്പോൾ ആയുസ്സിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രം, വേദങ്ങളുടെ ഉപവേദമായിട്ടുള്ള ഒരു ശാസ്ത്രം, ആയുർവേദ ശാസ്ത്രം, ഇതിൽ ബ്രഹ്മാവ് ഒരു സ്മരണ കൊണ്ട് ഭൂമിയിലേക്ക് തരികയാണ്. അഷ്ടാംഗ ഹൃദയത്തിൽ തന്നെ ബ്രഹ്മാസ്മൃത്വ ആയുഷോ വേദ പ്രജാപതി മജിഗ്രഹൽ സോശ്വിനൗ തൗ സഹസ്രാക്ഷം ഇന്ദ്രന് കൊടുത്തു. സഹ അത്രിപുത്രാധികാൻ മുനിൻ ആത്രേയ സംഹിത, ചരക സംഹിത, നാരദ സംഹിത, അങ്ങനെ കുറേ സംഹിതകൾ, പ്രധാനപ്പെട്ടൊരു 18 സംഹിതകളോളം ഇവിടെ പ്രചുര പ്രചാരത്തിൽ തന്നെയുണ്ട്. അങ്ങനെയുള്ള സംഹിതകളിൽ നിന്നാണ് ഇപ്പോഴുള്ള പ്രയോഗ ഗ്രന്ഥങ്ങൾ, അഷ്ടാംഗഹൃദയം, സഹസ്രയോഗം മുതലായിട്ടുള്ള നിദാന ഗ്രന്ഥങ്ങൾ, മാധവ നിദാനം മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ പ്രചുര പ്രചാരത്തിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള പ്രചാരത്തിലുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം ആയുസ്സിനെ എങ്ങനെ സംരക്ഷിക്കണം, ആയുസ്സിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആധാര ആധേയ ഭാവം, ശരീരം, ഇതിൽ ആയുസ്, ഇത് രണ്ടും പരസ്പരം വളരെയധികം ബന്ധപ്പെട്ടുള്ള സാധനമാണ്. ശരീരത്തിൽ നിൽക്കുന്ന ഈ പ്രാണൻ എന്ന് പറയുന്ന സാധനം ഇവിടുന്ന് പോയാൽ ഇത് കത്തിക്കാനോ അല്ലെങ്കിൽ ഇത് കുഴിച്ചിടാനോ ഇത് ഭൂമിയിലേക്ക് ലയിപ്പിക്കാൻ മാത്രമേ കൊള്ളുള്ളൂ. അപ്പോൾ ഈ ജീവൻ ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ഇതെങ്ങനെ നിലനിർത്താം, ഇതിനെന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളിലാണ് വാഗ്ഭടാചാര്യന് പോലെയുള്ള ആചാര്യന്മാർ വളരെയധികം പ്രയത്നിച്ചിട്ടുള്ളത്. അങ്ങനെ ആചാര്യന്മാരുടെ പ്രയത്നത്തിൽ അവർ കണ്ടെത്തിയിട്ടുള്ള സംഹിതകൾ, അതേപോലെ തപസ്സുകൾ, ഇതിൽ നിന്നുള്ളവർ കണ്ടെത്തിയിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ വരുന്ന രോഗങ്ങൾക്ക് മുഴുവൻ കാരണങ്ങൾ ഈ പറയുന്ന ജീവാണുക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്ന സാധനമൊന്നും അല്ല. അതിൽ നിന്ന് അപേക്ഷിച്ചിട്ട് ആത്മീയ ചിന്തകളെ കൊണ്ട് ഒരു സിദ്ധാന്തം ഇവിടെ നിരൂപിച്ചിട്ടുണ്ട്. അത് നമുക്കത് കണ്ണിന് കാണാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അത് പരീക്ഷണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ അനുഭവിച്ച് മാത്രമേ ആത്മജ്ഞാനം അറിയാൻ പറ്റുള്ളൂ. അത് പരീക്ഷണം കൊണ്ട് തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തായി, അതിന് റിസർച്ച് വാല്യൂ അല്ലെങ്കിൽ നിരീക്ഷണം കൊണ്ടുണ്ടാകുന്നുള്ള ഒരു ഫലം,
അത് നമുക്കിവിടെ കാണിക്കാൻ പറ്റാതെയും വരിക. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ചിന്തകളെ കൊണ്ട് മാത്രമേ നമുക്ക് നേരെയാക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് രാഗാതിരോഗാൻ എന്നുള്ള ശ്ലോകം തുടങ്ങുന്നത്. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മത്സരം, ഇങ്ങനെയുള്ള 6 ശത്രുക്കൾ, കാമാദികളായിട്ടുള്ള ശത്രുക്കൾ, ആശ മുതലായിട്ടുള്ള ശത്രുക്കൾ നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. അപ്പോൾ മനസ്സിലുള്ള രാഗാദികളായിട്ടുള്ള ശത്രുക്കളെ കൊണ്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നതെന്നും അത് ശരീരത്തിൻ്റെ നഖം മുതൽ തല വരെയുള്ള എല്ലാ ഭാഗത്തും അംഗത്തിൻ്റെ ഓരോ രോമസുഷിരങ്ങളിൽ വരെ ഈ ദോഷം വ്യാപിച്ചിട്ടുണ്ടെന്നും ഈ വ്യാപിച്ചിട്ടുള്ള ദോഷങ്ങളെ കൊണ്ട് നമുക്ക് ഔത്സുക്യവും മോഹവും അരതിയും ഉണ്ടാവുന്നുണ്ടെന്നും ഈ അരതികളെ കൊണ്ട് നമുക്ക് ശരീരത്തിൽ രോഗം വരുന്നു ആചാര്യന്മാർ പറയുന്നു. പ്രാചീന ആചാര്യന്മാർ ശാരീരിക ജന്യരോഗങ്ങൾ, മാനസിക ജന്യരോഗങ്ങൾ, ഈ രോഗങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നുള്ളത് അടുത്ത ആഴ്ച പരിശോധിക്കും.